പീച്ചി വന്യജീവി സങ്കേതത്തിൽ നമുക്ക് ഒരുപാട് ട്രക്കിംഗ് ആക്ടിവിറ്റീസ് അവൈലബിൾ ആണ് കേട്ടോ. അതിൽ ഒരു ട്രക്കിംഗ് ആക്ടിവിറ്റിയാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. ഞങ്ങൾ എത്തിയ സമയം 2 മണിയാണ്. ഈ 2 മണിക്ക് നമുക്ക് ഇവിടുത്തെ ട്രക്കിംഗ് ആക്ടിവിറ്റി കിട്ടിയത് എലിഫൻറ്റ് സ്വാഗ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ്. അപ്പോൾ അതിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 4 ആൾക്ക് 600 രൂപയാണ് ചാർജ് വരുന്നത്. ഏറ്റവും ചുരുങ്ങിയ ഇതാണ് 2 കിലോമീറ്റർ കാടിലൂടെ ട്രക്ക് ചെയ്ത് പോവുക. അതാണ് ഈ ഒരു ട്രക്കിങ്ങിൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഒരു പക്ഷേ എലിഫൻറ്റിനെ സൈറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. നമ്മുടെ പീച്ചി ഇറിഗേഷൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഡാമൊക്കെ കടന്ന് എൻഡിലെത്തിക്കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് അവിടെ തന്നെ ടിക്കറ്റ് എടുക്കണം. 4 പേർക്ക് 600 ആണ്. അപ്പോൾ എൻ്റെ കൂടെ ഞാനും റബീസ് ബ്രോ ആണ് ഈ യാത്രയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് 2 ആൾക്കും ആ 4 ആളുടെ ചാർജ് അടയ്ക്കേണ്ടി വന്നു. വേറെ ആരുമില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ വന്നതുകൊണ്ട് ഏതെങ്കിലും ഒരു ട്രക്കിംഗ് കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് വന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഉൾക്കാട്ടിലേക്ക് പോയി എന്തൊക്കെയാണ് കാഴ്ചകളെന്ന് കാണാം. ഞങ്ങളുടെ ട്രക്കിങ്ങിന് നമ്മുടെ ഗൈഡായി വന്നിരിക്കുന്നത് മനോജേട്ടനാണ്. അപ്പോൾ അതാണ് മനോജേട്ടൻ. പോകുന്ന വഴിക്ക് നമുക്ക് ആനപ്പള്ളി ഉണ്ട് കേട്ടോ. അപ്പോൾ എലിഫൻ്റ് ഉള്ള ഏരിയ തന്നെയാണ്. രാവിലെ ഇവിടെ വന്നപ്പോൾ ഒരു ഉടുമ്പനെ കണ്ടു. ഒരു 4 കിലോൻ്റെ മേളുണ്ടോ ഇതിലോ ഇവിടെ വെച്ച് ഞാനും പേടിച്ച്. ഇനി പിള്ളേർ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരാൾ മുമ്പ് പോയി അഡ്വാൻസ് ചെയ്യണം. ഉടുമ്പ് ഓർക്കപ്പുറത്താണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കടിക്കുകയല്ല, ചിലപ്പോൾ ഒരു അടി കിട്ടും. നമുക്ക് വാലുകൊണ്ടൊരു അടി കിട്ടും. ഭാഗ്യത്തിന് അത് കിട്ടിയില്ല എന്നുള്ളത്. ഇവിടെ ഏറ്റവും ഹയസ്റ്റ് ട്രക്കിങ് ഏതാ വരുന്നത് കേട്ടോ? നമുക്ക് മൂടൽ എന്ന് പറഞ്ഞ ഇതാണ്. മൂടലില്ലേ? മൂടലും കുതിരാൻ അമ്പലത്തിലെ ഇടയ്ക്ക് 8.5 കിലോമീറ്റർ. അതെ, നമ്മൾ 1 way കേട്ടോ. ഓ, 17 കിലോമീറ്റർ നമ്മൾ നടക്കാണ്ടല്ലേ? അങ്ങനെ അത് മാത്രം നമുക്ക് ഇത് ഇത്തിരി ലോങ് ആയിട്ടുള്ളത്. പിന്നെ മോഡലിന്റെ മേളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് 2 ഭാഗവും നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തും കാണാം. ഓ, ഹെവി പോയിന്റ് ഉണ്ടോ? ഹെവി ഇതായിട്ടുള്ളത്. പിന്നെ ഡാമിന്റെ ഏരിയകൾ എത്ര ഉണ്ടെന്നുള്ളത് നമുക്ക്. ഓ, ആ മോഡൽ ട്രക്കിംഗ് എടുത്താൽ പറ്റില്ലേ? അത് എത്രയാണ് റേറ്റ് വരുന്നത്? 2000-ന്റെ അടുത്ത് വരും. ഇപ്പൊ നമുക്കൊരു 7 ദിവസത്തേക്കിന് നമുക്ക് എൻട്രി പാസ് കുറവാണ്. എൻട്രി പാസ് ഇല്ല. ഓ, ഫ്രീ അല്ലേ ഇപ്പോൾ? അത് എൻട്രി പാസ് 40 രൂപയാണ്. അപ്പോൾ അത് നമുക്ക് ഇതാക്കിയിരുന്നു. അതെല്ലാം ഉള്ളു ഇവിടെ. അതാണ് ഇപ്പോൾ കൂടുതൽ. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഈ മഴയൊക്കെ ഉള്ള സമയത്ത് ഇടയ്ക്ക് നമ്മൾ ഓട്ടപ്പുറ നമ്മുടെ മാമ അങ്ങനെ ഉള്ളത്. പിന്നെ ചുരുട്ട നമ്മൾ അന്വേഷിച്ച് പോയാൽ കാണില്ല. 5 സൈസ് ഉണ്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ കണ്ടേക്കണതല്ല. നമ്മളിപ്പോൾ ഇതിനുള്ള കൂടെ ഈ ട്രക്കിങ്ങിലേ നമുക്ക് ടോപ്പിലെത്തി കഴിഞ്ഞാൽ എന്തെങ്കിലും നമ്മൾ വ്യൂ പോയിന്റ് കാര്യങ്ങൾ വരുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ചെയ്യുന്നതിൽ അത് നമ്മൾ ഇതിനകത്തില്ല, നമുക്ക് അവിടേക്ക് മാത്രമേ ഉള്ളൂ. അവിടേക്ക് മാത്രമേ ഉള്ളൂ അല്ലേ? ഇപ്പോൾ നമുക്ക് ഇതിലൂടെ ജസ്റ്റ് കാട്ടിലൂടെ നടത്താൻ മാത്രമല്ലേ? ഇത് ഇങ്ങനെ നമ്മൾ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് നമ്മൾ മൃഗങ്ങളെ കാണുന്നത് ഈ ഏരിയയിലാണ്. ഓ, പറഞ്ഞാൽ പെട്ടെന്ന് നീന്തി കയറി വരുന്നു. ഡാം അടുത്തുള്ളതുകൊണ്ട്. ഡാം അടുത്തുള്ള കാരണം കൊണ്ട്. പിന്നെ ആന, ഈ വലിയ ആനകൾ തന്നെയാണെന്നുണ്ടെങ്കിൽ അവർ കയറി പെട്ടെന്ന് ഇവിടുന്ന് മാറും. കുട്ടികളൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ അല്ലേ പോകുള്ളൂ. അവരിവിടെ കയറി ഒരു ദിവസം ഇവിടെ എന്തായാലും തമ്പടിക്കും. ഓ, കുട്ടികളുണ്ടെങ്കിൽ. ഇത് നമ്മുടെ ഒരു വെയിറ്റിംഗ് ഷെഡ്. നമുക്ക് വരുന്ന ആൾക്കാർക്കൊന്ന് ഇരിക്കുക, കുറച്ച് ക്ലാസ് എടുക്കാനുള്ളതുണ്ടെങ്കിൽ അങ്ങനെ അതിനൊക്കെ ആയിട്ട് നമ്മളിത്. ഇവർ കൂടുതലും നീന്തി കിടക്കുന്ന ഏരിയ ആയാലും കൊണ്ട് എങ്ങനെ വന്നുകഴിഞ്ഞാൽ ആന പെട്ടെന്ന് ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഈ സൈഡിൽ നിന്നാണ് നമുക്ക് ഇങ്ങോട്ട് കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ കടന്നു വരുന്ന നേരം കൊണ്ട് നമ്മളിവിടെ വെച്ച് കഴിഞ്ഞാൽ അവരിതിനുള്ളിൽ വന്ന് എന്തെങ്കിലും ഒരു ഇടത്ത് കിട്ടിക്കഴിഞ്ഞാൽ മൊത്തം വയലുണ്ടാവും. നമ്മൾ പിന്നെ ഈ പരിസരത്ത് എവിടെയെങ്കിലും ഒരാളുടെ ഒച്ച കേട്ട് കഴിഞ്ഞാൽ ആന നേരെ അങ്ങനെ കഴിയും. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് കൂടുതൽ അത് വെക്കാനും പറ്റാത്ത. ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പരമാവധി മാറി പോകാന്നുള്ളതാണ്. അങ്ങനെ പെട്ടെന്ന് അറ്റാക്കിന് വരില്ല. അങ്ങനെ വരികയാണെങ്കിൽ തന്നെ കുട്ടികളുണ്ടെങ്കിലും ഉണ്ടാവുള്ളൂ. ചെറിയ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ഒന്ന് ഒച്ചയിടും. ഒന്നുമല്ല ഒരു തുമ്മലോ അല്ലെങ്കിൽ അല്ലാതൊരു സൗണ്ടെങ്കിലും നമുക്ക് ഇതുണ്ടാവും. അത് കുട്ടികളുണ്ടെങ്കിലേ കൂടുതലും ഇതുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ പ്രശ്നമില്ല. ഇവിടെ കാറ്റ്മെൻറ്റ് ഇറങ്ങിയിട്ട് നമ്മൾ ഈ വഴി ഇറങ്ങുന്നത് ഡാമിൻ്റെ കാറ്റ്മെൻറ്റിലേക്ക്. ഓ, അതിൽ നമുക്കൊരു ചോലയുണ്ട്. അത് നമ്മൾ അതിൻ്റെ ഈ 4 കിലോമീറ്റർ പോയിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കയറി നമ്മൾ അതിൻ്റെ അപ്പുറത്തേക്കൊന്ന് പോകും. അവിടെ ഞങ്ങൾ നാടുകാണിപ്പാറ എന്ന് പറഞ്ഞൊരു പഴയ കാലം മുതലുള്ളൊരു
വിരിഞ്ഞ പാറയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയിരുന്നു നമുക്ക് റെസ്റ്റ് എടുക്കാൻ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് വീണ്ടും നമ്മൾ ഇതിൻ്റെ മേലേക്ക് കയറും. എന്നിട്ട് അവിടെ നിന്ന് ഒരു ഹൈ ലെവലാണ് നമ്മൾ താഴത്തേക്ക് ഇറങ്ങുന്നത്. ഒരു കൊക്കയുടെ ഉള്ളിലേക്ക് നമ്മൾ ഇറങ്ങണം. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് അതിനകത്ത് കിട്ടാൻ പോകുന്നത്. കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്ത് ഇതുപോലെ ഒരു മലയുണ്ട്. ആ മലയുടെ മേളിൽ കയറി കഴിഞ്ഞാൽ ചിമ്മിണി ഡാം കാണുന്നുണ്ട്. ചിമ്മിണി ഡാം കാണാം. അപ്പുറത്തേക്ക് ചിമ്മിണി ഡാം ഇത് നമ്മുടെ ഏരിയയിലേക്ക് വരുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഈ മലയുടെ ഏറ്റവും സെൻറ്റർ മുതൽ ഇങ്ങോട്ട് വെള്ളം ഒഴുകുന്നത് പീച്ചിക്കാണ്. അങ്ങോട്ട് ട്രക്കിങ് നിർത്തിയേക്കാണ്. കാരണം നമ്മളിപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയി വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാണാം. ആ സൈഡിൽ ഇറങ്ങും. പിന്നെ അങ്ങനെ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ അപ്പുറത്തേക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ നടക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നടക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് അതിപ്പോൾ കുറേ കൂടെ കാണിച്ചു തരാം. അത് ഇതുപോലെ ഒരു ഇടക്കുന്നതാണ്. അതിൻ്റെ ഉള്ളിലൊരു തുരുത്താണത്. ചുറ്റും വെള്ളമാണത്. അതേപോലെ അതിൻ്റെ ഇപ്പുറത്തുണ്ട് പറഞ്ഞാൽ ചുറ്റും വെള്ളമായിട്ടുള്ളത്. അപ്പുറത്തേക്ക് കിടന്ന് ഇതിൻ്റെ അപ്പുറത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു മീൻ വളർത്തുന്ന ഇതും നമ്മളെ ഈ ഗൾഫ് ബ്രാൻഡുണ്ടല്ലോ അതിനെ ഇവിടെ വളർത്തി വിൽക്കുന്നുണ്ട്. അത് EDC വകുപ്പിൽ അവരത് ചെയ്യുന്നുണ്ട്. ഇവിടെ അറിയില്ല ഇല്ല. അവർ ഈ ഇല വലിക്കുമ്പോഴേ നമ്മളത് അറിയുള്ളൂ. നടക്കുമ്പോൾ അറിയില്ല. പിന്നെ അവർ പതുക്കെ നടക്കും. പിന്നെ അവർ അങ്ങനെ ഇതായിട്ട് വരണമെന്നുണ്ടെങ്കിൽ അറിയണമെന്നുണ്ടെങ്കിൽ അവർ ഒന്നുകൂടെ ഓടുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ ഒരു സൗണ്ട് അറിയുള്ളൂ. അല്ലെങ്കിൽ അവർ സാധാരണ നിൽക്കണ പോലെ നിന്ന് വെച്ചാൽ അവർ തീറ്റ വലിക്കണ ആ ഒരു സൗണ്ട് മാത്രം കൊമ്പൊടിക്കണ അതിൻ്റെ ഇതൊക്കെ ആയിട്ടുള്ള. പിന്നെ നമുക്ക് കൂടുതലും നമുക്ക് മണമാണ് അറിയണത്. സ്മെല്ലിലാണ് നമ്മൾ കൂടുതലും ഇതറിയുന്നത്. ചിലപ്പോൾ ഓർക്കപ്പുറത്തൊക്കെ ഞങ്ങളൊക്കെ പോയി പെട്ടിട്ടുണ്ട്. പക്ഷേ പോയി പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒച്ചമേളം ഇല്ലാണ്ടൊക്കെ ആയിരിക്കും കൂടുതലും ഞങ്ങൾ പോയി പെട്ടിട്ടുണ്ട്. അപ്പോൾ അതേപോലെ പിന്നെ അതിപ്പോൾ പോയി ആനയുടെ ഇതെന്താണെന്നുള്ളതൊക്കെ എന്തായാലും വെള്ളം കുടിക്കുന്ന സ്പോട്ടാണ് മനസ്സിലായി. അതൊക്കെ നോക്കിയിട്ട് പിന്നെ നമ്മൾ എന്തെങ്കിലും കുറഞ്ഞ കുറവൊന്നുമില്ല. നമ്മുടെ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് കുറഞ്ഞിൻ്റെ ഒക്കെ അത് നമ്മൾ ഉൾഭാഗത്തേക്കൊന്ന് കയറി പോയാൽ കുറങ്ങുന്നുണ്ടായിരുന്നു. കുറഞ്ഞൂടെ നമ്മുടെ ഈ പ്രൈവറ്റ് ഏരിയയുടെ സൈഡിലായിരിക്കും കുറഞ്ഞത്. ബീച്ച് ഡാമിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കൊട്ടവഞ്ചിയാണ് കേട്ടോ. നമ്മുടെ കൂടെ ഉള്ളത് അഖിബ്രോ ആണ്. അഖിബ്രോ ഞങ്ങളില്ല ഇവർ 5 ട്രിപ്പ് ഉണ്ട് പോകണ്ട അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വരുമ്പോൾ നീന്തണം. ചില ദിവസം ഈ ട്രക്കിങ് തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാറില്ല. ആനക്കൂട്ടം ഇപ്പം അത് നിങ്ങൾ കണ്ട എത്ര 2 ഒരു കൊമ്പനും കൂട്ടാണെങ്കിൽ ഒരു 4-5 ഉണ്ടാവും. ഒരുമിച്ചല്ല നിൽക്കുക. നിങ്ങൾ പോണ വഴിയിൽ അവിടെ അവരുടെ താഴെയാണെങ്കിൽ അവരുടെ മേലായിരിക്കും. ആദ്യം അവർ പോയിക്കോട്ടേതുകൊണ്ട് ഞങ്ങൾ നിന്നു. ആന സ്പോട്ട് ചെയ്യാൻ സാധ്യത ഉണ്ടോ? നിങ്ങൾക്ക് ലെക്കുണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആനിമൽ സൈറ്റിംഗ് എവിടെ പോയാലും അതാണല്ലേ. അല്ല അവിടെ പൊതുവേ ഈ റോഡിലൊക്കെ ഇറങ്ങി നിൽക്കുന്ന ഒരു കാണണമെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ വേനൽ ആ സമയത്ത് പോകുന്ന നല്ലത്. ആറാപ്പുറം തോട്ടത്തിലൊക്കെ കാണാം. ഇതെന്ന് വെച്ചാലേ ഈ പീച്ചി ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നതിന് ശേഷം ഡാമിൽ വന്നതിന് ശേഷമാണ് ഫോറസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ അങ്ങനെയല്ല. അവിടെ കുറച്ച് പോയി കഴിഞ്ഞാൽ ഫോറസ്റ്റിൽ നിങ്ങൾ ചെക്ക് പോസ്റ്റ് ഉണ്ടാവും. അവിടെ നിന്ന് നിങ്ങൾ സാഞ്ചറി എടുത്തിട്ടാണ് ഫോറസ്റ്റിലൂടെ ചെന്നിട്ടാണ് ചിമ്മിനി ഡാം. കറക്റ്റ് അറിയില്ല. അങ്ങനെയാണ് ഇപ്പോൾ തന്നെ മാറി മാറി പോണത് ട്രക്കിങ്ങിന്. അപ്പോൾ വലുത് മാത്രം വേറൊരാളുണ്ട്. അപ്പോൾ കൂടുതലും നിൽക്കുന്ന അവൻ്റെ കഴിഞ്ഞു. വലുത് പോണെങ്കിൽ നമ്മൾ രാവിലെ 8 മണിക്ക് എത്തണം. ഇന്ന് രാവിലെ വലുതുണ്ടായിരുന്നോ? ടീം ഉണ്ടായിരുന്നു. 4 കിലോമീറ്ററിനാണ് ഞങ്ങൾ പറഞ്ഞത്. 4 കിലോമീറ്റർ. അപ്പോൾ അത് പോയിട്ട് വരുമ്പോൾ 5-5 ആവുന്ന സമയത്ത് ചിലപ്പോൾ കൂട്ടം അവിടെ ഉണ്ടാവും. ആ സമയത്തിലോ ചിലപ്പോൾ ഈ കാട്ടിൽ ഇങ്ങനെ ഈ കാട്ടിലേക്ക് കടക്കണ ഒരു ഏരിയ അത്. അപ്പോൾ എന്താണ് ആ വഴി അങ്ങനെ കടന്ന് നമ്മൾ വെള്ളത്തിൽ നിൽക്കാൻ പറ്റി നമ്മൾ ആക്രമിക്കൊന്നുമില്ല അല്ലേ? അങ്ങനത്തെ നീന്തി വരുന്ന വർഷം ഞാനൊക്കെ അതെ ഞാൻ ഒരു വീഡിയോ വെച്ചിട്ടാ ഇത്ര അടുത്ത് ആനെന്ന് കാണിച്ചിട്ട് കൊമ്പനോ ഒറ്റയ്ക്ക് ആണെങ്കിൽ ഒറ്റയാനൊക്കെ ആണെങ്കിൽ നമ്മുടെ അടുത്ത് കുറേ നേരം കൂട്ടൊക്കെ ആണെങ്കിൽ വേഗം അവർ കയറി പോകും. പേടി കൂടുതലാവും. ഇപ്പൊ ഞങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ച ഇവിടെ സൈറ്റിങ് കിട്ടിയതാ. അപ്പൊ കഴിഞ്ഞ ആഴ്ച അടുപ്പിച്ച് 2 ദിവസം കിട്ടി. 2 ദിവസം കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പിൽ ഒരു ചെറിയ കുട്ടിയുണ്ട്. അതിന് കൊമ്പായി തുടങ്ങി. പിറ്റേ ദിവസം വന്നപ്പോൾ അങ്ങനെ പറയാ കണ്ട ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിച്ചത് കൂടിയ 2 ആഴ്ച അതിൻ്റെ ഉള്ളു. അത്ര ചെറിയ കുട്ടി ഇങ്ങനെ അവർ അവിടെ നിന്ന് ഇങ്ങോട്ട് കടക്കാട്ടാ. അപ്പോൾ അവരെന്ത് ചെയ്യുന്നുള്ളൂ കള്ള 2 പിടിയാനുണ്ട്. അവരുടെ കാലിൻ്റെ ഇടയിൽ നമുക്ക് കാണിച്ചില്ല ചോദിക്കുന്നത്.
ഒരു മറ പിടിച്ചു ആരും വളർത്തണമെന്നല്ല നല്ല കണക്കാ ഞങ്ങളിങ്ങനെ വന്നിട്ടില്ലേ എവിടെ സാധനം കാണിച്ചു അതിൻ്റെ അടുത്ത് പോവാം വെള്ളപ്പരുന്തത് ഓ അവരെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞാലോ ഒറ്റൊരു നിൽപ്പാ പിന്നത്തെ ഒരു മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒറ്റ ഓട്ടാണ് പിന്നെ വെള്ള കളറില്ലേ കൊച്ചി എങ്ങനെയാ കൊട്ടാഞ്ചി സ്പിൻ ചെയ്യാല്ലേ ഓക്കെ ഓ വീണാലും കുഴപ്പമില്ലടാ ജാക്കറ്റ് അത് നമ്മുടെ ഏറ്റവും വലിയ ട്രക്കിംഗ് കാണുന്ന പോലെ അതിന്റെ മേലെ 12 കിലോമീറ്റർ 12 കിലോമീറ്റർ എന്തായാലും കണ്ണെന്ന് ഉറപ്പാ ആന ഉറപ്പാല്ലേ ആ മലയുടെ മുകളിലേ അത് നിങ്ങൾ ആരെങ്കിലൊക്കെ വരിക ആ ഗൈഡ് ഗൈഡായിട്ട് മറക്കാൻ പറ്റും അത്രയും വെയിറ്റ് ഉണ്ട് അല്ല അതിന്റെ ഒരു ഉപകരണം അങ്ങനല്ലേ വലിയ വെള്ളം അങ്ങനെ നമ്മൾ 3 പേര് കൊണ്ട് ഈ ഒരു സൈഡിൽ വന്നാൽ മാത്രമേ ഓ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ ഈ നമ്മുടെ ഈ ബീച്ചി വന്യജീവി സങ്കേതത്തിലുള്ള ഈ കൊട്ടോഞ്ചി യാത്രയും അതുപോലെ ആ കാട്ടിലുള്ള ട്രക്കിങ്. അപ്പോൾ നമ്മൾ ആ കൊട്ടോഞ്ചി യാത്രയിലാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനും അതുപോലെ അറിയാനും പറ്റിയൊരു സ്പോട്ടാണ് നമ്മുടെ ഈ ബീച്ചി ഡാം കേട്ടോ. അപ്പോൾ ആ റിസർവോയറിലാണ് ഈ നമ്മുടെ കൊട്ടോഞ്ചി സഫാരി ഉള്ളത്. എന്തായാലും നിങ്ങൾ തീർച്ചയായും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് ഈ നമ്മുടെ ബീച്ചി ഡാമിലെ ഈ കൊട്ടോഞ്ചി സഫാരി.